ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടി SIT. ഒരാഴ്ച നടത്തിയ കൃത്യമായ പ്ലാനാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടപ്പാക്കിയത്. ആദ്യ കേസുകളിലേതിന് സമാനമായി തന്നെയാണ് ഈ അതിജീവിതയെയും രാഹുൽ അതിവിദഗ്ധമായി സമീപിച്ചതും, ഒടുവിൽ പീഡിപ്പിച്ചതും, ഒടുവിൽ ചൂഷണം ചെയ്തതും, ഒടുവിൽ ഭീഷണിപ്പെടുത്തിയതും, ഒടുവിൽ സാമ്പത്തികമായി ലാഭം പോലും ഉണ്ടാക്കിയതും. വിവാഹ വാഗ്ദാനം നൽകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുന്നു, ഗർഭിണിയായപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു, അധിക്ഷേപം നടത്തുന്നു, സഹോദരിയുടെ വിവാഹം മുടക്കുമെന്ന് പറയുന്നു, ഗർഭഛിദ്രം നടത്തണമെന്ന് ആദ്യം സ്നേഹത്തിലും പിന്നെ നിർബന്ധിക്കുന്നു. അതിനുശേഷം ദേഹോപദ്രവം തുടർച്ചയായി ഏൽപ്പിക്കുന്നു. ഗർഭഛിദ്രം നടത്തിയ ശേഷം യുവതി ആ ഭ്രൂണത്തിൽ DNA തെളിവ് ശേഖരിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കുന്നു. DNA പരിശോധനയ്ക്കായി ഭ്രൂണം സൂക്ഷിച്ചു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യ 2 കേസുകളിലും പോലീസ് കടുപ്പിച്ചതോടെയാണ് മൂന്നാമത്തെ യുവതി പരാതിയുമായി എത്തുന്നത്. വിദേശത്തുള്ള യുവതി ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ യുവതി നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് നൽകി. അന്വേഷണ സംഘത്തെ ലീഡ് ചെയ്യുന്ന ജി പൂങ്കുഴലി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു. ഒരാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരീക്ഷിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്.